എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ കപ്പപ്പുഴുക്കും ചമ്മന്തി. പക്ഷെ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് കപ്പ കിട്ടാനില്ലാത്തത് കൊണ്ട് എന്താ അറിയില്ല, ഈ കപ്പ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും. അങ്ങനെ നല്ല കപ്പ കിട്ടിയപ്പോൾ വാങ്ങിച്ചിട്ട് വന്ന് പെട്ടെന്ന് തന്നെ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നി. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 പച്ചമുളകും കൂടി ചീന്തിയിടാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അടിപൊളി ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈരും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ചട്നി റെഡിയായി. കപ്പപ്പുഴുക്കിന് തൈര് ചട്നി എൻ്റെ ഫേവറേറ്റ് ആണെങ്കിലും ഉള്ളിച്ചമ്മന്തി ഇല്ലാതെ കപ്പപ്പുഴുക്കില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കപ്പ നന്നായി വെന്ത് വന്നുകൊണ്ട് അതൊന്ന് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതൊക്കെ കൂട്ടിയൊന്ന് നിങ്ങൾ കഴിച്ചു നോക്ക്. തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് കമൻറ്റ് പറയണേ.